പൊന്നുത്തായി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. 22 വയസ്സുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് രാധിക ശരത് കുമാർ ഈ ഒരു മൂവിയിൽ പ്ലേ ചെയ്യുന്നത്. സോ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു പൈസ എങ്ങനെയും വസൂലാക്കുന്ന ഒരു ക്യാരക്ടർ. എങ്ങനെയെങ്കിലും ഈ ഒരു ക്യാരക്ടർ മരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു തോട്ടിലാണ് സ്വന്തം മക്കളും മരുമക്കളും. അതുപോലെ തന്നെ സെയിം തോട്ടിലാണ്, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നാട്ടുകാരും. സോ പെട്ടെന്ന് ഒരു ദിവസം അവർ വിചാരിച്ച പോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ബെഡ് റിഡൻ ആവുന്നു. സോ ഈ ക്യാരക്ടർ 2 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും സോ ഒരു മക്കളും മരുമക്കളൊക്കെ ഓടി വരുന്നു. എന്തിനാണ് ഓടി വരുന്നത് എന്നുള്ളത് ഇപ്പം മനസ്സിലായി കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു സ്നേഹം പെട്ടെന്ന് അമ്മയോട് ഈ ഒരു മക്കൾക്ക് തോന്നുന്നു. അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ഹിലാരിയസ് മൊമെൻറ്റ്സ് എന്താണ് എന്നുള്ള പല പല സംഭവങ്ങളൊക്കെ ഈ ഒരു മൂവി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു ഫണ്ണി മൂഡിലൂടെയാണ് പോകുന്നത്. സോ ഒരു ഫണ്ണി മൂഡും വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഹിലാരിയസ് ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിലും ചെറിയ ചെറിയ കോമഡീസ് വരുന്നുണ്ടെങ്കിലും കൂടുതലും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സും ഇമോഷണൽ ആയിട്ട് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള ഇമോഷൻസും സംഭവങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഡയലോഗ്സിൽ കൂടി തന്നെ ഈ ഒരു ഡയറക്ടർ ശിവകുമാർ മുരുകേശൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ വിജയത്തിൻ്റെ കാരണം. പല പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മൂവിയായി മാറുന്നു തായ്ക്കിഴവി. അതാണ് ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു വിജയമാവാൻ കാരണം വളരെ എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാവുന്ന മൂവിയാണ്. ചിലയിടങ്ങളിൽ തിരക്കഥയിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു സ്പോട്ടിൽ കൂടി തന്നെ ഒരേ സ്ഥലത്ത് തന്നെ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ആ ഒരു ഹിലാരിയസ് ആയിട്ട് ആ ഒരു ഫണ്ണി മൂഡ് പിടിച്ചു നിർത്തുന്ന ഒരു മൂവിയാണ് തായ്ക്കിഴവി. അതിൻ്റെ കൂടെ തന്നെ ലിമിറ്റഡ് സ്ക്രീൻ ടൈമിലുള്ള രാധിക ശരത് കുമാറിൻ്റെ പെർഫോമൻസും, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ റെബേക്ക റേച്ചലിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ കൂടെ തന്നെ അരുൾ ദോസ്, ഈ ഒരു ബാലസരവണൻ, സിംഗംപുലി, മുത്തുക്കുമാർ, അങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, എസ്പെഷ്യലി മുനീഷ് കാന്ത്, അങ്ങനെയുള്ള പല പല ആക്ടേഴ്സാണ് ഈ ഒരു മൂവിയുടെ സോൾ. അവരുടെ ആ ഒരു കാസ്റ്റിങ്ങും അവരുടെ പെർഫോമൻസും ഒക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഓരോരുത്തരുടെ സൈഡിൽ നിന്നും ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു മൂവിയാണ് തായ്ക്കിഴവി. സോ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ചെറിയ പോരായ്മ ചിലയിടങ്ങളിലുണ്ട് എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തന്നെ അതൊന്നും വലിയ പോരായ്മയല്ല ഈ ഒരു സിനിമയിൽ. സോ അങ്ങനെയുള്ളൊരു സിനിമയാണ് തായ്ക്കിഴവി. അതെല്ലാം നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ടായ ഒരു തമിഴ് സിനിമയാണ് റീസെൻ്റ് ആയിട്ട് വന്നത്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്.